ഹലോ കേസ്, ഞാൻ എപ്പോൾ എറണാകുളം പോയാലും ലുലു മാളിൽ പോകാറുണ്ട്. ഈ പ്രാവശ്യം 10 മുതൽ ലുലു മാളിൽ പോകാനായിട്ട് ഞാൻ കലൂർ മെട്രോ സ്റ്റേഷനിലോട്ടാണ് വന്നത്. ഓട്ടോയിലാണ് എത്തിയത്. അവിടെ സ്റ്റെപ്പും എസ്കലേറ്ററും ഉണ്ട്. എനിക്ക് സ്റ്റെപ്പ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നേരെ എസ്കലേറ്ററിലാണ് കയറിപ്പോയത്. എന്നിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തു, എടപ്പള്ളി ടു കലൂർ. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറാൻ വയ്യാത്തോണ്ട് നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. അപ്പം അവിടെ ട്രെയിൻ വരാൻ 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ മെട്രോ എത്തി. അപ്പോൾ അന്ന് സൺഡേ ആയതുകൊണ്ട് മെട്രോയ്ക്കകത്ത് തിരക്കാണോയെന്ന് അറിയാമായിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് നിന്നത്. അതേപോലെ തന്നെ മെട്രോയ്ക്കകത്ത് തിരക്കുണ്ടായിരുന്നു. ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. പിന്നെ മെട്രോയ്ക്കകത്ത് വലിയ ക്ഷീണമൊന്നും ഫീൽ ചെയ്യത്തില്ല, എ സി ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എടപ്പള്ളി സ്റ്റേഷനിലെത്തും. അവിടെ ഇറങ്ങി ഒരു 2 സെക്കൻഡ് അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് തന്നെ ലുലുവിലോട്ട് പോകാനുള്ള ഒരു പാസേജ് പോലുള്ള ഏരിയ ഉണ്ട്. ആ ഏരിയയ്ക്കൂടെ നമ്മളിങ്ങനെ ഒരു 2-3 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് നേരെ എസ്കലേറ്റർ ചെല്ലും. അങ്ങനെ 2 എസ്കലേറ്റർ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ലുലുവിൻ്റെ എൻട്രിയിലോട്ട് ചെല്ലും. അപ്പോൾ ലുലുവിൻ്റെ എൻട്രിയിലോട്ട് ഞാൻ കയറുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സമയം നടക്കുമ്പോഴത്തേക്ക് ആ മാളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. പിന്നെ എനിക്ക് വലിയ പർച്ചേസിനൊന്നുമല്ല ഞാൻ പോയത്, ജസ്റ്റ് അവിടേക്ക് ഒന്ന് കണ്ട് അവിടേക്ക് നടന്നു. അപ്പോൾ ഏകദേശം അപ്പോൾ സമയം 1 മണി കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ നേരെ ഞാൻ വിചാരിച്ചു ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. അവിടെ ഫുഡ് കോർട്ടുണ്ട്, പക്ഷേ എനിക്ക് അവിടുത്തെ ഫുഡിനെക്കാട്ടി ഇഷ്ടം ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡാണ്. അപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. വേറെ പ്രത്യേകിച്ച് പർച്ചേസ് ഒന്നും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നില്ലായിരുന്നത് കൊണ്ട് നേരെ തന്നെ ഫുഡ് സെക്ഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ ഫുഡ് സെക്ഷൻ്റെ അടുത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞാൻ ബിരിയാണി സെക്ഷനിലോട്ടാണ് പോയത്. അവിടുന്ന് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, മലബാർ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് അപ്പോൾ കഴിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും വാങ്ങിച്ചില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉള്ളിവട വാങ്ങിച്ചു. അത് അവിടുത്തെ സ്പെഷ്യൽ ഉള്ളിവടയാണ്. അത് കഴിഞ്ഞിട്ട് ബില്ലൊക്കെ അടിക്കുന്നിടത്തും തിരക്കൊന്നുമില്ലായിരുന്നു. ബില്ലടിച്ചതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിലേക്ക് പോയി. ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഹൈപ്പർ മാർക്കറ്റ്, പക്ഷേ ഫുഡ് കോർട്ട് ഏറ്റവും അപ്പറാണ്. അപ്പോൾ അവിടുന്ന് പോയി. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നാലും സീറ്റ് കിട്ടാൻ സാധാരണ ബുദ്ധിമുട്ടാണ്, പക്ഷേ അന്ന് സീറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ ബിരിയാണി കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി കഴിക്കാനെടുത്ത് വലിയ ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ മക്ഡൊണാൾഡ്സിൽ ഐസ്ക്രീം കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ വീണ്ടും താഴേക്ക് ഇറങ്ങി. അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. മക്ഡൊണാൾഡ്സിലെ സ്പെഷ്യൽ ഐസ്ക്രീമാണ്. അത് വാങ്ങിയിട്ട് അതും കഴിച്ചിട്ട് തിരിച്ച് നേരെ മെട്രോയിൽ കയറി വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ബായ്.